പ്രിസം എന്ന് പറയുന്ന പരിപാടി എന്ന് പറയുന്നത് കരിയർ റിയാലിറ്റി ചെക്കാണ്. എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ്. അപ്പോൾ അത് അടിച്ചമർത്തിക്കൊണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചാൻസ് ചേഞ്ച് വരുത്തണം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഓരോ ട്രെയിനിങ് തരാൻ. അത്യാവശ്യം വീതിയോടുകൂടിയുള്ള റോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന പേര് ലിവിക് എന്നാണ്. അതൊരു ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ അർത്ഥം സ്വർഗം എന്നാണ്. ഒരുപാട് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നത്. നാളെ നിങ്ങൾ വേറൊരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വേറൊരു ടീമിനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് ഓൾറെഡി നിങ്ങൾ തെളിയിച്ചു. Today's our GD topic is Women's Sports LGBTQ+ Inclusion versus Integrity. ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ സമൂഹത്തിൽ മനുഷ്യനായിട്ട് കൂടുതൽ അവർ വേർതിരിവായിട്ടാണല്ലോ കാണുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞോട്ടെ അവർ മനുഷ്യൻ തന്നെയാണല്ലോ. ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്കാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അതിൽ മെയിൽ ഫീമെയിൽ അല്ല. അതിപ്പോൾ ഒരു മെയിൽ ഇപ്പോൾ ഫീമെയിലായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കും മെൻ്റലും അവർ കൂടുതലൊരു ഫീമെയിലിൻ്റെ ഫെമിനൈനാണ് അവർക്ക് വരുന്നത്. ഹോർമോൺ ചേഞ്ച് ചെയ്തിട്ട് വരുന്നൊരു കാര്യമില്ലേ, അത് ഒരിക്കലും നോർമൽ ജെൻഡറിലേക്ക് നടത്താൻ പറ്റില്ല. മെൻസും വുമൻസും മാത്രമേ ഉള്ളൂ, സംഭവിച്ചു അങ്ങനെ കാറ്റഗറി ഉള്ളൂ. ഫുട്ബോളിലായാലും എന്ത് സ്പോർട്സിലായാലും. What do you see yourself after 5 years from now? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം. എൻ്റെ അടുത്തുള്ള ഫോൾട്ടൊക്കെ ഞാൻ മനസ്സിലാക്കി. It's fine. I've been into your shoes as well. It's okay, it's not easy, I understand that. Take a deep breath and relax. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്താണെന്നാണ് തേജലക്ഷ്മി വിശ്വസിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം ഞാൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാറുണ്ട്. ഐ മീൻ എല്ലാവരോടും അല്ല, നമുക്ക് ആവശ്യമുള്ള രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. നിങ്ങളൊരു കമ്പനി നിങ്ങളെ കമ്പനിയിൽ തന്നെ നിർത്തണമോ അല്ല നിങ്ങളെ റീപ്ലേസ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു മെയിൻ ഭാഗമാണ് ക്രൈസിസ് മാനേജ്മെന്റ്. ദിവസം തോറും കോൺഫിഡൻസ് കൂടുതൽ എന്ന് വെച്ചാൽ മുന്നേ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ പഠിക്കാത്തൊരു മേഖലയാണ്, ഇതിൽ ചെയ്യാത്തൊരു മേഖലയ്ക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ദിവസം കഴിയുന്തോറും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇതും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ട് തന്നെ ഉള്ളൂ. നമ്മൾ ആദ്യം ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് വരുമ്പോൾ നന്ദനയ്ക്ക് എന്താണ്, നന്ദന എന്നെക്കാളും നല്ലപോലെ എന്നെയൊക്കെ ഔട്ട്സ്മാർട്ട് ചെയ്യും, ബാക്കിയുള്ളവരെക്കാളും മുമ്പിലേക്ക് വന്നിരിക്കും. After 3 years, where you find yourself?